കിഴക്കിന്റെ വെനീസായ ആലപ്പുഴയുടെ കായലോളങ്ങൾ തഴുകുന്ന നമ്മുടെ ഗ്രാമത്തിന്റെ സാംസ്കാരിക സ്ഥിരാകേന്ദ്രമായ ഈ വായനശാലയുടെ പ്രസിഡന്റായി തികഞ്ഞ സത്യസന്ധനും സാത്വികനും സർവോപരി നമ്മുടെ നാടിന്റെ അഭിമാനവുമായ ശ്രീമാൻ ചന്ദ്രൻ പിള്ളയെ വീണ്ടും തെരഞ്ഞെടുത്തതിന്റെ ആഹ്ലാദകരമായ സന്തോഷത്തിൽ ഞാനും പങ്കുചേരുന്നു. നമസ്കാരം. ഇതിനെക്കുറിച്ച് രണ്ടു വാക്ക് പറ. ഇതിനെക്കുറിച്ചാ പ്രിയപ്പെട്ടവരെ, ഇത് വളരെ നല്ലൊരു ഇതാണ്. ഇതിനു വേണ്ടി എന്റെ എല്ലാ ഇതും ഞാൻ നൽകും. പിന്നെ എന്റെ മാത്രം ഒരു ഇത് കൊണ്ട് പറ്റില്ലല്ലോ. നിങ്ങളുടെ ഓരോരുത്തരുടെയും ഒരു ഇതുണ്ടെങ്കിൽ ഇത് കുറച്ച് കൂടുന്നുണ്ട്. പിന്നെ ഇതിനെ കുറിച്ച് പറയാൻ വായനശാലയെ പറ്റി പറ. അത് പറ. തത്തമ്മ എന്ന തൂലികനാമത്തിൽ അറിയപ്പെടുന്ന കരയിലെ ബാലകവി കൂടിയായ ശ്രീ കൊച്ചുകൃഷ്ണൻ എന്നെ കുറിച്ച് പറഞ്ഞത് കേട്ടപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് എന്റെ കച്ചവട സംബന്ധമായ തിരക്കുകൾക്കിടയിൽ ഒരു പോലീസ് സൂപ്രണ്ടിനെ പരിചയപ്പെട്ടതാണ് എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത്. അദ്ദേഹം എന്നോട് ചോദിച്ചു, എന്താണ് ഈ ചന്ദ്രൻപിള്ളയുടെ വിജയരഹസ്യമെന്ന്. ഞാൻ പറഞ്ഞു, ഞാൻ ഒരിക്കലും മറ്റുള്ളവരുടെ സൗഭാഗ്യങ്ങൾ തട്ടിയെടുക്കാൻ ശ്രമിച്ചിട്ടില്ല. അത് കേട്ടുടനെ അദ്ദേഹമാണോ ഇദ്ദേഹം? അല്ല, ഇത് കൂടെയുള്ള അദ്ദേഹം. ഒരു മിനിറ്റ്. സാരെന്താ ഇവിടെ? വരുന്ന വിവരത്തിന് കത്തിട്ടിരുന്നെങ്കിൽ ഞാൻ അപ്പോഴേ മുങ്ങിയനല്ലോ. അല്ല, കടവത്ത് വന്ന് കാത്തു നിന്നേനെ. അതെ, ഇത് നമ്മുടെ അടുത്ത കക്ഷിയാ. ഞങ്ങൾ തമ്മിൽ കാരിരുമ്പ് കൊണ്ടുള്ള ബന്ധമാ. അല്ല, എത്ര നാളായി കണ്ടിട്ട്. ഞാൻ എന്ത് വേണോ ചെയ്യാ, എന്നെ ഇവിടെ വെച്ച് ഇടിച്ച് നാറ്റിക്കരുത്. വരൂ സാർ, അങ്ങോട്ട് മാറിയേക്കാം. അപ്പൊ കമന്റ് നടക്കട്ടെ, നമ്മളങ്ങോട്ട് മാറി നിക്കാം. നീ എന്താ പറഞ്ഞത്? നമ്മൾ തമ്മിൽ കാരിരുമ്പ് കൊണ്ടുള്ള ബന്ധമാണ്. കാരിരുമ്പ് കൊണ്ടുള്ള വിലങ്ങ് വെച്ചല്ലേ സാർ എന്നെ ബന്ധിക്കുന്നത്. അതാ ഞാൻ അങ്ങനെ പറഞ്ഞത്. ചന്ദ്രൻപിള്ള, എന്തോടോ വക്കച്ച? പടിഞ്ഞാറേ പറമ്പില് കള്ളന്മാരുടെ ശല്യം കൂടി വരിക. ഒറ്റ തേങ്ങ കിട്ടുന്നില്ല. ചന്ദ്രൻപിള്ള വിചാരിച്ചാൽ ഇതിനൊരു പരിഹാരം ഉണ്ടാവും. ശരി, ഞാൻ ഇന്ന് തന്നെ DOSP വിളിച്ച് പറയാം. വക്കച്ചൻ ചെല്ല. ഓ, ആയിക്കോട്ടെ. ഭാര്യയ്ക്കും മകൻ ഫെഡറിക്കിനും സുഖമല്ലേ വക്കച്ച? നീ എന്തിനാ കിടന്ന് മോങ്ങുന്നത്? കണ്ടില്ലേ എന്റെ പൊന്നു സാറേ, ഞാനൊരു കള്ളനെന്നെങ്ങാനും ഈ കരക്കാരറിഞ്ഞ അവരെന്നെ തൊണ്ട് തല്ലുന്നത് പോലെ തല്ലും. സാർ എന്നെ ഇവിടെ വെച്ച് അറസ്റ്റ് ചെയ്തോണ്ട് പോയാൽ പിന്നെ എനിക്ക് ഈ നാട്ടിലേ നിൽക്കാൻ പറ്റില്ല. ഞാൻ നിന്നെ അറസ്റ്റ് ചെയ്യാനൊന്നും വന്നതല്ല. അല്ലേ? പിന്നെ വഴിക്ക് വെച്ച് അമ്മുവിനെ പരിചയപ്പെട്ടു, അവിടെ നിന്നായത്. ഞാനിപ്പോ ഈ പോലീസ് പണിയൊക്കെ നിർത്തി. അത് മനസ്സിലായി. SP സാറിന്റെ മോള് സാറിനെ പ്രേമിക്കുന്ന കാര്യം SP സാർ അറിഞ്ഞപ്പോ സാർ അവിടുന്ന് മുങ്ങി അല്ലേ? SP സാറിന്റെ മോള് എന്നെ? ആ പെണ്ണ് സാറിന് എഴുതിയ പ്രേമലേഖനം കാണിച്ചിട്ടല്ലേ ഞാൻ അവിടുന്ന് തടിയൂരിയത്. ഓ, അതിനിടയിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. ഞാനേതായാലും അതുകൊണ്ടല്ല അവിടെ വിട്ടത്. ഞാനിവിടെ എന്തെങ്കിലും കച്ചവടം ചെയ്ത് ജീവിക്കാനാ വന്നത്. ഈ കരയില? എന്താ? ഈ കരയിൽ കച്ചവടം ചെയ്യാനേ കൊള്ളില്ല സാറേ. അതെന്താ കൊള്ളാത്തെ? ഈ കരയിൽ ആകെ കൂടിയുള്ളത് കയറാ. സാറിന് പറ്റിയ കച്ചവടം അല്ല കയറ്. ഞാൻ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഏത് നിമിഷവും നിന്റെ കള്ളക്കളി വിളിച്ചെത്താവുന്നുള്ള പേടി നിനക്കുണ്ട്. അതെ, എങ്ങനെ മനസ്സിലായി? അല്ല, അതുകൊണ്ടല്ല സാർ. ഞാൻ പോലീസിലായിരുന്നു നീ ഇവിടെ ആരോടെങ്കിലും പറഞ്ഞ അന്ന് അവസാനിപ്പിക്കുന്ന നിന്റെ ഈ പൊറാട്ട നടക്കാൻ ഞാൻ കേട്ടാ. നീ ഇവിടെ ഉണ്ടായതേതായാലും നന്നായി. 5 പൈസ ശമ്പളം പറ്റാതെ തിരിച്ചൊരു വാക്ക് പോലും പറയാതെ എന്റെ ചൊൽപ്പടിക്ക് നിൽക്കാൻ ഒരാളായല്ലോ. അങ്ങനെ മൊത്തത്തിൽ പറഞ്ഞ നിന്റെ സമയം തന്നെ ഓടിയാ. എന്നെ അങ്ങനെ വിളിക്കരുത്. ഈ കരയിൽ ഞാൻ ചള്ള അല്ല, ചന്ദ്രൻപിള്ള എന്നാ അറിയപ്പെടുന്നത്. നീ തൽക്കാലം എനിക്ക് താമസിക്കാൻ ഒരു സ്ഥലം സംഘടിപ്പിച്ചോ. പിന്നെ ഇവിടുത്തെ കച്ചവടക്കാരെയൊക്കെ ഒന്ന് പറഞ്ഞു തരണം. ഈ ആലിക്കോയ എങ്ങനെ നമുക്ക് പോയി കച്ചവടം ചെയ്യാൻ പറ്റിയ ആളാണോ? അജയൻ കൊലക്കേസ് സാറിന് അറിയത്തില്ലേ? അതീ പിന്നെ ഈ കരക്കാരും ആലിക്കോയായിട്ട് കച്ചവടം ചെയ്യാറില്ല. പിന്നെ സാർ ഈ കരക്കാരനല്ലല്ലോ, അതുകൊണ്ട് സാറിന് കുഴപ്പമില്ല. സാറിന് പറ്റിയൊരു കച്ചവടം ഞാൻ പറഞ്ഞു തരാം. ഇവിടെ ചുങ്കത്രക്കാരെന്ന കച്ചവട ഗ്രൂപ്പുണ്ട്. സാറ് ചുങ്കത്രയെന്ന് കയറെടുത്ത് ആലിക്കോയക്ക് മറിച്ച് വെക്കണം. നല്ല ലാഭം കിട്ടുന്ന ബിസിനസ് അല്ലേ? ഈ ചുങ്കത്രക്കാരെങ്ങനാ? കച്ചവടത്തിലൊരു പറ്റിപ്പോ മായമോ ഇല്ലാത്ത നല്ല കീർത്തിയം കക്ഷികളാ. നീ ഇവിടെ എവിടെ നിന്ന്? ഞാൻ അവിടെ നിന്ന് വന്നു. ഇവിടെ എന്തിന്? കോഴിക്കോടൊക്കെ ചുറ്റിക്കറങ്ങി ഒന്ന് കാണാൻ. എന്നിട്ട് കണ്ടു. എന്തേ? സത്യം പറ, നീ എന്തിനാ വന്നത്? ഒന്നുമില്ല. ഹോട്ടലുകാര് തോമേണ്ട തട്ടുകട ഒഴിയാൻ പറഞ്ഞിട്ടുമില്ല, എഗ്രിമെന്റ് ഒപ്പിടിച്ച് കൊണ്ടുപോയിട്ടുമില്ല, തോമേട്ടൻ ആരും തല്ലിയിട്ടുമില്ല, ആശുപത്രി തോമേട്ടൻ അഡ്മിറ്റ് ചെയ്തിട്ടുമില്ല, എന്റെ പെടലി ഉളുക്കിയിട്ടുമില്ല. ആരാടാ എന്റെ അപ്പനെ തല്ലിയത്? ടിപ്പർ വാസല്ല.
ആരാടാ ഈ ആംബുലൻസ് എന്നെ ഷെട്ടി കൊണ്ടിട്ട്? ഈ മായാവിയുടെ ഒരു കാര്യം, ആ ഡാഗിനി വല്യമ്മനെ കുട്ടൂസിനെ ഇട്ട് വട്ട് കളിപ്പിക്കാണ്. ആരാടാ നീ? കുഞ്ഞുമോൻ, നമ്മുടെ തട്ടുകട നടത്തുന്ന കൊച്ചു തോമാച്ചേട്ടനില്ലേ, പുള്ളിയുടെ മകനാണ് ഞാൻ. എനിക്ക് കോഴിക്കോട്ടാണ് ബിസിനസ്. എടാ ശത്രു, എന്തോ ഇങ്ങാട്ട് വാടാ. ദേ നോക്കി, നീ പറഞ്ഞ ചേട്ടൻ ഇത് തന്നെയാണ്. അതെ, നല്ലോണം നോക്ക്. അതേ കണ്ണ്, അതേ മൂക്ക്, അതന്നെ. ഈ സുന്ദരമായ ബോഡി കയ്യും കാലും ഒടിഞ്ഞ അവസ്ഥയിൽ ആംബുലൻസ് കയറ്റിക്കൊണ്ടുപോവാൻ എനിക്ക് ഗതിയാവുന്നു. എടാ നീ ഒന്ന് അടങ്ങുകാതറേ, എല്ലാത്തിനും ഒരു അടക്കം ഒതുക്കും വേണ്ടേ? ചേട്ടാ, ഞങ്ങള് വന്നതേ ചേട്ടൻ അപ്പന് കൊടുത്തത് തിരിച്ചു തന്നിട്ട് അപ്പന്റെ അടുത്ത് ചേട്ടനടുത്ത് തിരിച്ചു മേടിച്ചോണ്ട് പോകാനാണ്. പറഞ്ഞതനുസരിച്ച കൊടുത്തത് മാത്രം കിട്ടും, അല്ലെങ്കിൽ പലിശ ചേർത്താൻ. പോടെ പോടെ, വെറുതെ കൈ മെനക്കെടുത്താതെ. കൈ മാത്രമല്ല, ടിപ്പറിന്റെ ഈ ബോഡി പൊളിച്ചടക്കിയിട്ടേ ഞങ്ങള് പോകൂ. ചേട്ടാ എഗ്രിമെന്റ് കടന്നേക്ക്. ഇല്ലെങ്കിലോ? ഈ ചേട്ടൻ എന്താണ് ഈ പറയണത്? എന്നാ ആദ്യം പലിശ കൊടുക്ക്. പലിശ കൊടുത്തു ഞാൻ അപ്പന് മുതൽ അങ്ങനെ കൊടുത്തത് നീ പറ. ഞാൻ അങ്ങനെ കൊടുത്തേ. വലത്തേക്കായി പിടിച്ച് തിരിച്ച് ആ വളച്ചൊടിച്ച്. അഗ്രിമെന്റ് തരാം. ഇതെവിടെ കൊണ്ട് വെച്ചേക്കണ ബ്രേസിന്റെ ഇടയില. കുഞ്ഞുമോനെ ആകപ്പാടെ ഒരു അപ്പനെ ഉള്ള ടിപ്പറേ. എല്ലാ അപ്പന്മാരടുത്തും കളിക്കണ പോലെ കുഞ്ഞുമോന്റെ അപ്പന്റെ അടുത്ത് കളിച്ചാലുണ്ടല്ല, നിന്റെ അപ്പന്റെ അപ്പനെ ഞാൻ വിവരം അറിയിക്കും. ചാവിട്ടി കയറടാ. മോനെ, നമുക്കിനി കെടുന്നു പോവാം. ഇതെന്താണെന്ന് മനസ്സിലായോ? ഇല്ല. ടിപ്പർ വാസ് നമ്മുടെ കയ്യിൽ നിന്ന് ബലമായി വാങ്ങിയ കരാറാ. അതെങ്ങനെ നിന്റെ കയ്യിൽ വന്നു? അതാണ് അത്ഭുതം. ടിപ്പർ വാസു പെട്ടെന്ന് ഒരു മാനസാന്തരം. മാനസാന്തരോ? അതേന്ന്, ഞാൻ ചെയ്തത് തെറ്റായി പോയെന്നും പറഞ്ഞ് എന്റെ അടുത്ത് വന്ന് മാപ്പും പറഞ്ഞു. അപ്പൊ അവനും കൂടിയോ ധ്യാനം? കൂടിയോ? നന്നായിട്ട് കൂടിയ ഒരു ലക്ഷണമുണ്ട്. മനസ്സ് നിറയെ കുറ്റബോധം ഉള്ളത് കൊണ്ടാ ഇങ്ങോട്ട് വരാത്തെന്നും പറഞ്ഞ് എന്നെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു. ടിപ്പറല്ലേ ഈ പഞ്ചറായിട്ട് വരണത് എന്ന് തോമ ഒപ്പ്. എങ്ങനെ ഇവൻ പഞ്ചറായത്? മുന്തിരി എടുക്കട്ടെ, ആപ്പിളില്ല. അപ്പൊ കുഞ്ഞുമോ വന്നുല്ലേ? കുഞ്ഞുമോനെ എപ്പോ? പറയടാ, സത്യം പറയടാ. കുഞ്ഞോൻ ഈ നാട്ടിൽ എത്തിയിട്ടുമില്ല, ടിപ്പർ വാസിനെ കണ്ടിട്ടുമില്ല, അപ്പനെ കിട്ടിയത് തിരിച്ചു കൊടുത്തിട്ടുമില്ല, അപ്പനെ ഇവിടെ വന്ന് മറഞ്ഞു നിന്ന് കണ്ടിട്ട് കുഞ്ഞുമോൻ തിരിച്ചു പോയിട്ടില്ല. ഇപ്പൊ വിശ്വാസമായല്ലോ? അവന്റെ ഒരു കാര്യം. എന്താ സാറേ, വണ്ടി റിപ്പയറിംഗ്? വണ്ടിയൊക്കെ കണ്ടീഷനാ, ഒരൊറ്റ കുഴപ്പമേ ഉള്ളൂ, സ്റ്റാർട്ട് ആയില്ല. ഇതെന്താണോ വണ്ടിയില്? അത്യാവശ്യം ഡ്രസ്സ് സാധനമൊക്കെ എത്തി സാറേ. ഇത് കുറെ ഉണ്ടല്ലോ. ഇതിന്റെ 4 ഇരട്ടി ഉണ്ടായിരുന്നു, ഒക്കെ പാവങ്ങൾ കൊടുത്തു ഫ്രീ ആയിട്ട്. ഡൊണേഷന്. വാ നിങ്ങൾ അവിടെ നിൽക്കുവാണോ? വാ, ഇനി ഞാനല്ല നിങ്ങളെ വീട്ടിലേക്ക് ക്ഷണിച്ച് കയറ്റേണ്ടത്, നിങ്ങൾ എന്നെയാ. വീടിന്റെ രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ അങ്ങ് നടത്തി. എന്തിനാ സാറേ ഇത്? ഇതൊക്കെ പിന്നീട് മതിയെന്ന് പറഞ്ഞിരുന്നതല്ലേ? ഒന്നും വെച്ച് നീട്ടിക്കൂടാ. കഴിഞ്ഞ 10 വർഷത്തിനിപ്പുറം ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ദിവസമാണെന്ന്. എന്റെ അപ്പൻ അപ്പൂപ്പന്മാരായി നടത്തിക്കൊണ്ടിരുന്ന ആശുപത്രി, സാമുവൽസ് ഹോസ്പിറ്റൽ, ചില ബാധ്യതകൾ വന്നപ്പോൾ സർക്കാർ അത് ഏറ്റെടുത്തു. ഇപ്പോ 5 കൊല്ലം കൂടുമ്പോൾ എക്സിക്യൂട്ടർ ആ ആശുപത്രി ലേലത്തിന് വെക്കും. അത് ലീസിനെടുക്കണം, നല്ല രീതിയിൽ നടത്തണം എന്നൊക്കെ വലിയ ആശയായിരുന്നു. പക്ഷേ ഇതുവരെ കഴിഞ്ഞില്ല. ഓരോ തവണയും അവന്മാർ ലേലത്തിന് വിളിച്ചെടുക്കും. ആ ആൽബർട്ട് ഐസക്കും ഒരെണ്ണം അടിക്കുന്ന ഒരു ചെറുതും അയ്യോ വേണ്ട വേണ്ട. ആശുപത്രി അവർക്ക് വെറും ഒരു മറ, അവരുടെ കൊള്ളരുതായ്മകൾക്ക് സുരക്ഷിതമായൊരു മറ. ഇന്ന് അതെന്റെ കയ്യിലാണ്. അതിന് കാരണക്കാര് നിങ്ങളാണ്. നിങ്ങൾ തന്ന പണം കൊണ്ടാണ് ഞാനത് തിരിച്ചു പിടിച്ചത്. താങ്ക് യു. സാറെന്താ ഈ പറയുന്നത്? നന്ദി പറയാൻ ഞങ്ങൾ അന്യന്മാരൊന്നും അല്ലല്ലോ. കുറെ കാലമായി ഇങ്ങനെ കഴിച്ചിട്ട്. അധികം കഴിക്കരുതെന്നാണ് ഡോക്ടർ മക്കൾ ഈ പപ്പയോട് പറഞ്ഞിരിക്കുന്നത്. ഡോക്ടർമാർ അങ്ങനെ പലതും പറയും. ഇതൊക്കെയല്ലേ ഒരു കോളേജ് ലൈഫ്, ഇല്ല ബ്രദറെ? പപ്പ ആരോഗ്യം നോക്കണം. പപ്പ വിളി കേൾക്കാനൊരു സുഖമുണ്ട്. പക്ഷേ എനിക്കത്ര പ്രായമൊന്നും ആയിട്ടില്ലടോ, പ്രത്യേകിച്ച് മെറ്റബോളിക് ഏജ് വെറും 35. കണ്ടോ,
ഞാൻ പഴയ ജിംനാസ്റ്റാ, പിന്നെ ഒരു ഫ്രീ സ്റ്റൈൽ ബോക്സർ. എനിക്ക് നല്ല പ്രായത്തിൽ അതിന് കിട്ടിയ ട്രോഫികളാണ് ഇതൊക്കെ. സത്യം എന്താടാ ഒരു ബോക്സിംഗ് മോശക്കാരിയാ? അത് വലിയൊരു കലയാടോ. അതല്ല പപ്പ, ഞങ്ങളും ഈ ലൈനിൽ തന്നെയാ. ബോക്സിംഗ് സത്യം? അയ്യോ സാറേ, കോബ്രാന്ന് കേട്ടിട്ടില്ലേ? കോബ്രാന്ന് കേട്ടാ ഡൽഹി വിറയ്ക്കും. കോബ്രകൾ സോറി, കോബ്രകൾ. ഇവർക്ക് ബോക്സിംഗിൽ കിട്ടിയ സമ്മാനങ്ങൾക്കും പൊരിഞ്ഞ ഇടിക്കും യാതൊരു കണക്കുമില്ല. ഇടി കിട്ടിയൊന്നു ആർക്ക്? ഒന്ന് പോരാ ഇടുന്നു. ഇടി കിട്ടണ അത്ര മോശപ്പെട്ട കാര്യമൊന്നും അല്ലടോ. 2 കിട്ടിയാലേ കൊടുക്കാൻ ഒരു സുഖമുള്ളൂ. അപ്പൊ നിങ്ങൾ പറഞ്ഞു വന്നപ്പോ അമ്മായിയപ്പനും മരുമക്കളും ആയി. അപ്പൊ cheers. നോക്കി പിടിക്കടി. നല്ല ചേർച്ചയുണ്ടല്ലയോ ചേച്ചി? പിന്നല്ലയോ, ദീനാമ്മ കണ്ട ഇപ്പൊ ഒരു മാലാഖെ പോലുണ്ട്. നല്ല ഭംഗിയുണ്ട്. ആകാശത്തിലെ പറവകളെ നോക്കുക, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരകളിൽ സൂക്ഷിച്ചു വെക്കുന്നുമില്ല എന്നാണല്ലോ വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്. എന്നാ മനുഷ്യന്റെ ആഗ്രഹങ്ങൾ ഇങ്ങനെ മല പോലെ കൂടുന്നതല്ലാതോട്ട് കുറയുന്നുമില്ല. മദാമ്മയുടെ തനി സ്വരൂപം കാണാൻ പോയതിനെ 1.25 ലക്ഷം രൂപയാ പിഴ. ഇതാ ബില്ലുകളുടെ കൂട്ടത്തിൽ കുരുത്തം കിട്ടുക. ചാക്കോ പണിക്ക് വിളിക്കാൻ വന്നപ്പോഴാ തീർത്ഥാടനമൊക്കെ കഴിഞ്ഞ് തിരിച്ചെത്തിയവരും ഞാൻ അറിയുന്നത്. എന്നാ പറഞ്ഞാലും എപ്പോഴും ഈ കസേരയിൽ ഇങ്ങനെ ഇരിക്കുന്നത് കാണുന്നത് തന്നെ ഒരു സന്തോഷമാ. ഈ ഇരിപ്പിങ്ങനെ ഇരിക്കുന്നതാ കുഞ്ഞരാമ എനിക്ക് ഏറ്റവും ഇഷ്ടം. നമ്മൾ ഓടിച്ചാണ് നടക്കേണ്ട ഒരു കാര്യമില്ല, എല്ലാം താനേ അങ്ങ് നടന്നോളൂ. അത് നേരാ. എന്നാലും ഒരെന്നാലും ഇല്ല. നമ്മളെ പേടിച്ചിട്ടാന്നോ ചെടിയും മരവും കിഴങ്ങും ഒക്കെ വളരുന്നതും റബ്ബർ പാല് തരുന്നതും ഒക്കെ? അതൊക്കെ താനേ അങ്ങ് നടക്കും. നമ്മളതങ്ങ് വിട്ടുകൊടുത്തേച്ചാ മതി. ഓരോന്ന് വിചാരിക്കുമ്പോ ഈ പറഞ്ഞതൊക്കെ തന്നെ അതിന്റെ ഒരു ശരി. എന്നാ പറഞ്ഞാലും ഈ വെറുതെ ഇരിക്കുന്നതിന്റെ സുഖം ഒന്ന് വേറെ തന്നെയാണേ. എന്തായി കുഞ്ഞരാമ പണി? ആകെ പൊളിഞ്ഞിരിക്കുക സാധനം. നല്ല പണിയുണ്ട്. കുറച്ച് തടിയുടെ ഒക്കെ വേണ്ടി വരും. അതിനി അർത്ഥമുണ്ടാക്കണ്ടായോ? തൽക്കാലം ഗോവണി ഇളക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ഒരു 2 ദിവസം കഴിഞ്ഞ് നമുക്ക് സൗകര്യം പോലെ പണി തുടങ്ങാം. എന്താ? കുഞ്ഞരാമന്റെ തീരുമാനം അങ്ങനെ ആന്നേ പിന്നെ ഞാൻ എന്നെ പറയാനാ. കുഞ്ഞരാമന്റെ ഇഷ്ടം പോലെയല്ലേ നടക്കത്തുള്ളൂ. എന്നാ പിന്നെ അങ്ങനെ 1000 രൂപയുടെ തന്നായിരുന്നെങ്കിൽ. അഡ്വാൻസ് ഒക്കെ നേരത്തെ കൈപ്പറ്റിയിട്ടുള്ളതാ കുഞ്ഞിരാമൻ. ഇനിയിപ്പോ പണി കഴിഞ്ഞിട്ട് തരുന്നതല്ലയോ അതിന്റെ ഒരു ശരി? ഇതിപ്പോ കടവായിട്ട് തന്നാ മതി. 2 ദിവസം കഴിഞ്ഞെടുക്കാം. ഇപ്പൊ പണിയൊക്കെ വളരെ കുറവാ. എന്നാ ഞങ്ങളങ്ങോട്ട് വാടി. പറഞ്ഞ ദിവസം തന്നെ പണം തിരിച്ചറിയാൻ മറക്കണ്ട കേട്ടോ കുഞ്ഞരാമ. പറയുന്ന കേട്ടില്ലയോ, ആശാരിമാർക്ക് പണി കുറവാന്ന്. ഒരാശാരിയെ കണ്ടു കിട്ടാൻ തന്നെ വലിയ പാടാ. അപ്പോഴാ പണിക്കും പോവത്തില്ല, കള്ളും കുടിച്ച് കറങ്ങി നടക്കുക കുഞ്ചിരാമൻ. തിങ്കളാഴ്ച വാങ്ങിച്ചതും അതിനു മുമ്പ് പല തവണകളായിട്ട് വാങ്ങിച്ചതും ഒന്നും ഇതുവരെ തിരിച്ചു തന്നിട്ടില്ല. പോട്ടെന്റെ ചാക്കോയെ, നീ അതങ്ങ് ക്ഷമി. കുഞ്ഞിരാമൻ കാശ് വാങ്ങിച്ചത് കള്ളു കുടിക്കാനാണെന്നും അതിന് തിരിച്ചരാൻ പോകുന്നില്ലെന്നൊന്നും എനിക്ക് അറിയാൻ മേലഞ്ഞിട്ടല്ല. നീ ആ ദാനധർമ്മത്തിന്റെ കണക്കിൽ ഇതുകൂടെ എഴുതിയിട്ടു. ദാനധർമ്മത്തെ പറ്റിയൊക്കെ എത്രയൊക്കെ ആ വേദപുസ്തകത്തിൽ പറയുന്നു. അല്ലെങ്കിൽ തന്നെ എപ്പോൾ വിളിച്ചാലും വരുന്നവനാ കുഞ്ഞിരാമൻ. നമുക്കത് മാത്രം ആലോചിച്ചാൽ പോരെ? ഇന്നത്തെ കാലത്ത് വിളിച്ചാ വരുന്ന ഒരു ആശാരിയെ കിട്ടുന്നത് തന്നെ മഹാഭാഗ്യമാണ്. അതേ വന്നല്ലോ, ഉച്ചയ്ക്ക് ഊണിന് മുമ്പുള്ള പതിവ് കോട്ട. അത് കൊള്ളാമല്ലോ. നേരെ ഇത്രയൊക്കെ ആയായിരുന്നു. അതുകൊണ്ടാ സാമൂലെ ഞാൻ നിന്നോട് പറയുന്നത്, നീ ഇനി മേലി കുടിക്കരുതെന്ന്. നീ എന്നെല്ലാം ന്യായീകരണങ്ങൾ പറഞ്ഞാലും അത് കർത്താവിന് എതിരാ കുഞ്ഞെ. അപ്പൊ നീ ചോദിക്കും, കർത്താവ് കുടിച്ചിട്ടില്ലേ അച്ചോന്ന്? അതാണല്ലോ നിന്റെ ഒരു രീതി. സത്യത്തിൽ നീ മദ്യത്തെ കുടിക്കുകയല്ലോ സാമൂലെ, മദ്യം നിന്നെ കുടിക്കുകയല്ലേ ചെയ്യുന്നത്. എന്നിട്ടോ നീ നാട്ടുകാരോട് വഴക്കുണ്ടാക്കുന്നു, അവരുടെ തല്ലുകൊള്ളുന്നു. ആ അരിശം തീർക്കാൻ നീ വീട്ടിൽ വന്ന് ഇവളെ തല്ലുന്നു, പിള്ളേരെ തല്ലുന്നു. മദ്യം സാമൂഹികവും കുടുംബപരവുമായൊരു തിന്മയാണെന്ന് നീ തിരിച്ചറിയണം. മനസ്സിലായോ സാമൂലെ? മനസ്സിലായച്ചു. എന്നാ നീ കർത്താവിന്റെ നാമത്തിൽ എന്നോട് സത്യം ചെയ്യോ, ഇനി നീ കുടിക്കില്ലെന്ന്. ഇനിമേൽ ഞാൻ മദ്യപിക്കുകയോ മദ്യപിച്ച് വഴക്കുണ്ടാക്കുകയോ ചെയ്യില്ലാന്ന് സത്യവാചക ഏറ്റു പറ സാമൂലെ. ഇനിമേൽ ഞാൻ മദ്യപിക്കുകയോ മദ്യപിച്ച് വഴക്കുണ്ടാക്കുകയോ ചെയ്യില്ലാന്ന്.
പറ. ഇനിമേൽ ഞാൻ മദ്യപിക്കുകയോ മദ്യപിച്ച് വഴക്കുണ്ടാക്കുകയോ ചെയ്യില്ല എന്ന് കർത്താവിന്റെ നാമത്തിൽ ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. കർത്താവിന്റെ നാമത്തിൽ ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. ഇത് സത്യം, സത്യം, സത്യം. ഇത് സത്യം, സത്യം, സത്യം. കല്യാണ നാളിൽ കൽഭരണിയിലെ വെള്ളം. നിങ്ങൾ രണ്ടാളുമായിരുന്നു സ്കൂളിൽ ഞങ്ങൾ ജൂനിയേഴ്സിന്റെ റോൾ മോഡൽസ്. പുല്ലാനിക്കാട്ടിലും തോട്ടറുപ്പിലും ഒക്കെ നിങ്ങൾ ഇങ്ങനെ പുല്ലിയത്തുകാരികളുടെ പുറകെ പമ്മി നടന്ന കഥയൊക്കെ കേൾക്കുമ്പോ ഞങ്ങൾ രോമാഞ്ചം കൊണ്ടിങ്ങനെ നിൽക്കും. അല്ല, പണത്തിനും പ്രൗഢിക്കൊന്നും ഒരു കുറവില്ലായിരുന്നല്ലോ. ജോയിക്കന്നും പഠിത്തത്തിലൊക്കെ 2ാം സ്ഥാനം ഉണ്ടായിരുന്നുള്ളൂ. എന്റെ ചാച്ചനല്ലെങ്കിലും ഞാൻ പഠിക്കാൻ പോകുന്നതിന് വലിയ താല്പര്യമൊന്നുമില്ലായിരുന്നു. പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോഴാ ഒരു ദിവസം എന്നെ വിളിച്ച് പറഞ്ഞത്, നീ ഇനി മറുഭാഷയൊന്നും പഠിക്കാൻ പോകണ്ട, ഇവിടെ എത്രയെന്തെല്ലാം കാര്യങ്ങൾ കിടപ്പുണ്ട്, അതൊക്കെ നോക്കി നടത്തിയാ പോയത്. ഭാഗ്യവാൻ. നീ എന്നതായി പറയുന്നത്? അതോടൊരു തീർന്നില്ല എന്റെ ഭാഗ്യം. യവനും ഞാനും കൂടെ പണ്ട് എന്തുമാത്രം നീർക്കാങ്കുടി ഇടുകയും വള്ളം കളിക്കുകയും കടവിൽ വെളുത്തേടത്തി പെണ്ണുങ്ങളെ വലയിടുകയും ചെയ്തിട്ടുണ്ടെന്ന് അറിയാവോ CI സാറേ നിനക്ക്? പിന്നെ അറിയാതെ. നിനക്കറിയാവല്ലോ ബാലകൃഷ്ണ, ഇവന് ശകലം കേരള കോൺഗ്രസിന്റെ ഉപദ്രവം, വേറെ കുഴപ്പമൊന്നുമില്ല. എങ്ങനെയോ ഇവന് അതിൽ ചെന്ന് പെട്ടുപോയതാ, കഷ്ടമായിപ്പോയി. പക്ഷെ ഞാനിതൊന്നും കാര്യമായിട്ട് എടുക്കാറില്ല കേട്ടോ. എന്നതാ കേരള കോൺഗ്രസിന് കുഴപ്പം? എന്നതാ കേരള കോൺഗ്രസിന് കുഴപ്പം? കേരള കോൺഗ്രസിന് ഒരു കുഴപ്പവും ഇല്ല. എന്നാലുണ്ടല്ലോ എന്നെ അതിന് കിട്ടിയാൽ മാനസാർ എന്നൊക്കെ ചെയ്തെന്ന് പറഞ്ഞാലും എന്റെ ഇച്ചാച്ചൻ വോട്ട് ചെയ്ത് കോൺഗ്രസിൽ നിന്ന് ഞാൻ മാറുകയല്ല. ഓ, ജോയിച്ചൻ തുടങ്ങി. പിന്നെ അത് തന്നെ, എനിക്കിത് കേട്ട് കേട്ട് മടുത്തു. ഇനിയെങ്കിലും കഥയൊന്ന് മാറ്റിപ്പിടിക്കുക എന്റെ ജോയിച്ചാ. എന്നൊക്കെ പറഞ്ഞാലും കോൺഗ്രസിനൊരു കുലമഹിമയുണ്ട്. പിന്നെ എല്ലാ കുലത്തിലും അലപരാധികളുണ്ടെന്ന് ഓർത്ത് സമാധാനിക്കാം. എന്ന് വെച്ചാൽ എനിക്ക് ഈ കമ്മ്യൂണിസ്റ്റുകാരോട് പ്രത്യേകിച്ച് വിരോധമൊന്നുമില്ല കേട്ടോ. കൊച്ചുറാണി 3-4 പ്രാവശ്യം വിളിച്ചായിരുന്നു. ഇനി വിളിച്ചാ ഞാൻ ഇറങ്ങിയെന്ന് പറഞ്ഞേ. ആ, അച്ഛൻ വന്നല്ലോ. കയറി വരണോ അച്ഛൻ? എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സെയിം ടു യുടാ. ഇരിക്കടാ. എങ്ങനെയുണ്ട്? പുളിന്താനത്തിടവകാംഗവും അമേരിക്കൻ മലയാളിയുമായ വിൻസെന്റ് പട്ടിണിക്കാരൻ, പ്രത്യേക ദൂതൻ വശം വളരെ ആദരപൂർവ്വം ഈ ആന്റണി അച്ഛന് കൊടുത്തയച്ച മുന്തിയിന സ്കോച്ച് വിസ്കി കുടിപ്പിൻ, ആഹ്ലാദിപ്പിൻ. എന്നാ പിടിയച്ചോ, ഒന്ന് മുട്ടിച്ചടാവേ. സണ്ണിച്ചാൻ ഗോവ പള്ളി പോയത് ഇപ്പൊ പണിയായത്. വിശേഷം എന്തെങ്കിലും ഉണ്ടോന്ന് എല്ലാവർക്കും അറിയണം. മറുപടി പറഞ്ഞ് ഞാൻ തോറ്റു. അവനോന്റെ കാര്യം നോക്കാൻ ഒരെണ്ണത്തിന് സമയമില്ല. അത് നേരെ. പേരുമുട്ടിലെ ശോശക്കുട്ടി എന്നോട് പറയുവാ, ഇതിപ്പോ കർത്താവ് മാത്രം വിചാരിച്ചിട്ട് കാര്യമില്ല, നമുക്ക് ശുഷ്കാന്തി വേണമെന്ന്. ഇപ്പൊ തന്നെ ശുഷ്കാന്തി കുറച്ച് കൂടുതലാ. ഇനി അതങ്ങോട്ട് കൂട്ടിക്കഴിഞ്ഞാൽ ചത്തു പോത്തേ ഉള്ളു. സണ്ണിച്ചായ ഒരു നല്ല കാര്യത്തിന് വേണ്ടിയല്ലയോ? ചാവുന്നെങ്കി ചാവട്ടെ, ഇങ്ങോട്ട് വാ. അയ്യോ ഉമ്മ, നിങ്ങളുടെ പുന്നാര വനിത വായന കുറച്ച് നേരത്തേക്ക് നിർത്തി. ഉമ്മാക്കറിയോ ഇതിപ്പോ എന്താ കാര്യമെന്ന്? ഉപ്പാന്റെ ഭൂമി കച്ചവടത്തിന് കണ്ണി കണ്ടവരുടെ കാശ് കടം വാങ്ങി അഡ്വാൻസ് കൊടുക്കൽ കുഞ്ഞാക്കാന്റെ ജോലി. എന്നിട്ടോ കച്ചവടത്തിന്റെ ലാഭം ഉപ്പാന്റെ പോക്കറ്റിലും. ഒരു 1100 ഉറുപ്പ്യായിട്ട് ഇറങ്ങിക്കോളും. കുറെ കാലായിട്ട് 1100 ഉറുപ്പ്യായിട്ട് ഞാൻ ഇനി ഇറങ്ങും. അനക്ക് അത്രയ്ക്കേ മനസ്സിലാവൂ. ചിലക്കാനല്ലാതെ ബുദ്ധിയൊന്നുമില്ലല്ലോ. ലാഭനഷ്ടല്ല കാര്യം. സുൽത്താൻ വീട്ടില് മൂസക്കാന്റെ മൂത്ത മരുമോൻ അങ്ങാടിയില് മാനം കെട്ട അതിന്റെ മാനക്കേട് ആർക്കാ? സുൽത്താൻ വീടിന് ആണല്ലോ. അത് പുയ്യാപ്ല പറഞ്ഞ നേര്. ആ, ഈ പുയ്യാപ്ല എന്നും നേരെ പറഞ്ഞിട്ടുള്ളൂ. കേൾക്കണവർക്ക് ഒന്ന് വളഞ്ഞു തോന്നും. അതെന്റെ ഈ ഇല്ലാത്ത കോങ്കണ്ണ് ഉണ്ടെന്ന് തോന്നണ പോലെയാ. ഇവൻ ഈ കുഞ്ഞാക്കാന്ന് പറഞ്ഞ് പാടി പോഴ്ത്തി നടക്കണ സക്കീർ ഹുസൈൻ അമ്മായിന്റെ മോനാണ്. ഞാൻ കുറ്റം പറയല്ല. നമ്മളൊട്ട് അതിന് സമ്മതിക്കില്ല. ആ, അതാണ്. അതിന് നമ്മൾ ആരെ സമ്മതിക്കാനും പാടില്ല. എന്നാലും അവനൊന്നും മനസ്സ് വെച്ചിരുന്നെങ്കിൽ ഒരു 1.5 ലക്ഷം ഉറുപ്പിയ ഒരു കളിയില്ലാതെ എന്റെ കയ്യിൽ വരുമായിരുന്നു. പോട്ടെ, കാശ് ഇന്ന് വരും, നാളെയും വരും. മാനം പോയത് പോയാ. കുഞ്ഞാക്ക, എന്താ ഇവിടെ ഒരു സമ്മേളനം? എന്റെ കുഞ്ഞാക്ക, നിങ്ങൾക്ക് 100 ആയുസാണ്. നിങ്ങളെ പറ്റി 1001 കുറ്റം പറഞ്ഞിട്ട് തൊള്ളേന്റെ ഷട്ടർ ദിപ്പിട്ടിട്ടുള്ളൂ. ആയുസിന്റെ എല്ലാവർക്കും നല്ലത്. അതെ, അളിയന്റെ എഴുതും അത്ര നല്ലോണം പഠിച്ചിട്ട് 1001 തവണ ഈ കുഞ്ഞാക്കാലിന് ഊതിക്കൊള്ളി. പാമ്പിന്റെ മാതിരി ഇങ്ങനെ കുഞ്ഞോ, ഓ, എന്റെ സുറുമേന്റെ കാര്യം മറന്നു. അത് ഞാൻ മറക്കുവോ? എന്റെ ഉപ്പ 14-ാം രാവത്തെ നിലാവ് പോലെ കൊണ്ടുനടന്ന ഈ മോത്തിന്റെ മുഞ്ചി കളയാൻ ഞാൻ സമ്മതിക്കോ? അതാ നിങ്ങൾക്ക് അറിയോ കുഞ്ഞാക്ക, എന്റെ ഫ്രണ്ട്സ് ഒക്കെ പറയും വല്യമ്മനെ കണ്ട കുഞ്ഞാക്കാന്റെ ഉമ്മല്ല മൂത്തൊരു ഇത്താത്താന്നേ തോന്നുള്ളൂ. മനസ്സിൽ സന്തോഷവും സംഗീതം ഉണ്ടെങ്കിൽ മനുഷ്യന്മാർക്ക് വയസ്സാവൂലെന്ന്. മരിക്കോളെ എങ്ങനെയായിരുന്നു മുഹമ്മദ് റാഫി? ചെറുപ്പായിരുന്നു. മനസ്സിൽ സംഗീതം ഉണ്ടായിരുന്ന ആള് തന്നെയല്ലേ മാലപ്പറമ്പിലെ മൊയ്തീൻ കുട്ടി. 32-ാം വയസ്സിൽ വെടി തീർന്നില്ലേ?
തള്ള വയസ്സാം കാലത്ത് ഓരോരോ കണ്ടുപിടുത്തങ്ങളായിട്ട് ഇറങ്ങിയേക്ക. നിങ്ങൾക്ക് രണ്ടാക്കുള്ള ഗൈഡ് ഇനിയിപ്പോ അതിന്റെ പേരിൽ പരിപ്പ് താറാറുണ്ട്. ഞാൻ പറഞ്ഞില്ലേ കുഞ്ഞാക്ക മറക്കൂലെന്ന്. കുഞ്ഞാക്ക സുലൈമാനി ആയിക്കോട്ടെ. പോയി കുളിക്കാൻ നോക്കി. എന്താ മോത്തൊരു വാട്ടം? ഒന്നുമില്ല. എന്റെ മോളെ മനസ്സിലാക്കി വരണവര് വന്നാ മതി. അങ്ങനെ ഒരാൾ വരും. അതിനല്ലേ കുഞ്ഞാക്ക കാത്തിരിക്കുന്നത് ഇല്ലമ്മ? പിന്നല്ലാതെ. ചെന്ന് കുളിക്കാൻ നോക്കൂ കുഞ്ഞാക്ക. അല്ലടോ, ഇന്ന് മേഫിലില്ലേ? പിന്നില്ലാതെ. നീ നമ്മള് പെരുക്കാൻ പോവല്ലേ? അതെ, കഴിഞ്ഞില്ലേ മുട്ട്. നേരത്തിനകത്തേക്ക് എന്തെങ്കിലും ചെന്നില്ലെങ്കിലേ ഗ്യാസ്. സൈനബ വന്ന് വിളമ്പാൻ നോക്ക്. എനിക്ക് കുറച്ചുകൂടി കാലം ജീവിക്കണം. വാ, ഒരു യേശുദാസും ജയചന്ദ്രനും. ഇത്രയും അരസികനായ ഒരു തന്ത. വിവരം കുറവാണെങ്കിലും ഇക്കാര്യത്തിൽ എന്റെ ഉപ്പാനെ കുറ്റം പറയാൻ പറ്റൂല. ഡോ കുഞ്ഞോ, അന്റെ പെറ്റുമ്മ ആയതോടെ ഇതുവരെ ഞാൻ സഹിച്ച്. ഈ കാണുണ്ടാവൂല, എന്നാലോ ഞാൻ കാണുന്നുണ്ടേ ഈ ഹാർമോണി പെട്ടിയുടെ ഗതികേട്. പ്രാണസഖി എന്ന് കേട്ടിട്ട് ഈ കട്ടകൾ വരെ അന്തം വിട്ട് മേപ്പിട്ട് നോക്കുക. എത്ര കാലായി പ്രാണസഖി എന്ന് തുടങ്ങിയിട്ട്. ഈ ചുറ്റുവട്ടത്തുള്ള ഒരു പൊറുതിയേട് കൊണ്ട് പോലീസിൽ പരാതി കൊടുക്കാത്തതേ മരിച്ചുപോയ എന്റെ ഒപ്പ ഒറ്റൊരാളെ വിചാരിച്ചിട്ട് മാത്രം. പുതിയത് ഏതെങ്കിലും മാറ്റി പിടിച്ചോ, അത് അനക്കും നല്ലത്, കേക്കണോൽക്കും നല്ലത്. ഇമ്മ പറഞ്ഞ ശരിയല്ലേ? ഞമ്മക്കൊന്ന് മാറ്റി പിടിക്കാം. ഓക്കെ, ഇന്ന് തകർക്കാൻ പോവാ. പ്രാണസഖി ഞാൻ വേറുമൊരു പാമരനാം നാട്ടുകാരൻ